കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് CPM എന്ന ആരോപണം. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി 5 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ്. സംഭവത്തിൽ പോലീസിന്റെ മെല്ലെപ്പോക്കും വിഷയത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. വിവരങ്ങളുമായി സുബിൻ ചേരുന്നു. സുബിൻ, കൂടുതൽ വിവരങ്ങൾ. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഏകദേശം 5 ദിവസം മുമ്പാണ് ഈ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ബാങ്ക് ജീവനക്കാരായ 3 പേർക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തത്. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോളസ്, ജൂനിയർ ക്ലർക്ക് ബിനോയ് എന്നിവർക്കെതിരെയായിരുന്നു ഈ കേസ് ചുമത്തിയിരുന്നത്. ഇതിനുശേഷം 5 ദിവസം പിന്നിടുന്നു. 5 ദിവസത്തിനുള്ളിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനോ ഇവരെ എവിടെയെന്ന് കണ്ടെത്തുന്നതിനോ വേണ്ടുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂവരും ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ഇവരെ നിലവിൽ എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതേസമയം ഈ അറസ്റ്റ് ഒഴിവാക്കാനായി പ്രതികളായിട്ടുള്ള മൂവരും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പോലീസ് ഇതിന് മുമ്പ് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഈ മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് ലഭിക്കട്ടെ എന്ന രീതിയിലാണ് ഏതായാലും നിലവിൽ പോലീസിന്റെ ഇടപെടൽ പോകുന്നത്. നിലവിൽ മൂവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഇവരെ പ്രതിപട്ടികയിൽ ചേർത്തത് എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ സമയത്ത് പ്രതിപട്ടികയിൽ ചേർക്കുമ്പോൾ പോലും ഇവരെ ആ സമയത്ത് പോലും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അതേസമയം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഈ സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമായ VR സജിയുടെ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു നയവിശദീകരണ യോഗം നടത്തുമെന്ന് CPM പ്രഖ്യാപിച്ചിരുന്നു. ആ നയവിശദീകരണ യോഗത്തിൽ പോലും ഇത്തരത്തിൽ ആരോപണ വിധേയനായ VR സജിയെ ഉൾപ്പെടുത്തിയാണ്, VR സജിയുടെ പേര് നോട്ടീസിൽ ഉൾപ്പെടുത്തിയാണ് CPM ആ ഒരു നയവിശദീകരണ യോഗം നടത്താൻ തീരുമാനിച്ചിരുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ എല്ലാം സംരക്ഷിക്കുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും CPM തന്നെയാണോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഉടലെടുക്കുന്നത്. ഈ സജിക്കെതിരെ കൂടുതൽ തെളിവുകൾ കിട്ടിയ ശേഷം മാത്രം സജിക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഫോൺ, അതായത് സാബുവിന്റെ ഫോൺ നിലവിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും മറ്റ് തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത് എന്നതാണ് അവർ നൽകുന്ന വിശദീകരണം. അതേസമയം വ്യക്തമായ തെളിവ്, ശബ്ദ സന്ദേശം ഉൾപ്പെടെ വ്യക്തമായ തെളിവുകൾ പോലീസിന്റെ കയ്യിലുണ്ട്. ആ തെളിവുകൾ കയ്യിലുള്ളപ്പോൾ പോലും ഈ സജിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറാക്കാത്തതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്നുള്ളതാണ് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. എന്തായാലും ഈ പോലീസ് അന്വേഷണം അതൊരു മെല്ലെപ്പോക്കിലാണ് ഇപ്പോഴും ഉള്ളത്. അന്വേഷണം അതിന്റെ പ്രതികളിലേക്ക് എത്തി നിൽക്കുമ്പോൾ പോലും ആ അന്വേഷണം അത് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. അതെ, സാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.